എയിലേക്ക് വിസിറ്റ് വിസയോ ടൂറിസ്റ്റ് വിസയോ കിട്ടാൻ എളുപ്പമാണെങ്കിലും പലർക്കും അപ്രതീക്ഷിതമായി വിസ നിഷേധിക്കപ്പെടുകയോ കാലതാമസം നേരിടുകയോ ചെയ്യുന്നുണ്ട്. എയിലേക്ക് വിസ നിഷേധിക്കാൻ ഈ കാരണങ്ങൾ മതി. സൂക്ഷിച്ചില്ലെങ്കിൽ പണി പാളും. ദുബായ് ഉൾപ്പെടെയുള്ള എയിലേക്ക് വിവിധ എമിറേറ്റ്സുകളിൽ വേഗത്തിൽ എത്താമെന്ന കണക്കുകൂട്ടലുകൾ ചിലപ്പോഴൊക്കെ പാളിപ്പോകാം. വിസ നിബന്ധനകൾ വരുന്ന മാറ്റങ്ങൾ ശ്രദ്ധിക്കാതെ അപേക്ഷ സമർപ്പിക്കുന്നതാണ് പലർക്കും വിനയാകുന്നത്. നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, അധികം പേരുടെയും വിസ അപേക്ഷകൾ തള്ളുന്നതിനോ കാലതാമസം വരുന്നതിനോ ഇടയാക്കുന്നത് അപേക്ഷകൾ നൽകുമ്പോഴുള്ള അശ്രദ്ധയാണെന്ന് ട്രാവൽ ഏജന്റുമാർ ചൂണ്ടിക്കാട്ടുന്നു. 18 വയസ്സിൽ താഴെയുള്ളവർക്ക് വിസയ്ക്ക് അപേക്ഷിക്കുമ്പോൾ പിതാവിൻ്റെയും മാതാവിൻ്റെയും പൂർണ്ണ വിവരങ്ങളും ഇരുവരുടെയും സമ്മതപത്രവും നൽകണം. പലരും ഇത് നൽകാതിരിക്കുന്നത് അപേക്ഷകൾ തള്ളാൻ ഇടയാക്കാറുണ്ട്. ഒരേ വ്യക്തിയുടെ പേരിൽ തന്നെ ഒന്നിൽ കൂടുതൽ അപേക്ഷകൾ സമർപ്പിക്കുന്നതും തടസ്സങ്ങളുണ്ടാക്കും. നേരത്തെ നൽകിയ അപേക്ഷയിൽ തീരുമാനം വരുന്നതുവരെ ക്ഷമിക്കേണ്ടത് അത്യാവശ്യമാണ്. ഒരു വിസയിൽ UAE സന്ദർശിച്ച് നാട്ടിൽ തിരിച്ചെത്തി ഉടനെ തന്നെ പുതിയ വിസയ്ക്ക് അപേക്ഷിക്കുന്നതും തടസ്സമാകും. ഒരു യാത്ര കഴിഞ്ഞ് 1 മാസമെങ്കിലും കഴിഞ്ഞ ശേഷം മാത്രമേ പുതിയ വിസയ്ക്ക് അപേക്ഷിക്കാവൂ എന്ന് ട്രാവൽ ഏജൻസികൾ ചൂണ്ടിക്കാട്ടുന്നു. ഇടവേളകൾ ഇല്ലാതെ യാത്ര ചെയ്യുന്നവരെ UAE എമിഗ്രേഷൻ വകുപ്പ് നിരീക്ഷിക്കുന്നുമുണ്ട്. യാത്ര പുറപ്പെടുന്നതിന് മുമ്പ് ഈ രേഖകൾ ഉണ്ടെന്ന് തീർച്ചയായും ഉറപ്പുവരുത്തണം. നിലവിലുള്ള UAE നിയമമനുസരിച്ച് വിസിറ്റ് ടൂറിസ്റ്റ് വിസകൾ ലഭിക്കാൻ ഏതാനും രേഖകൾ നിർബന്ധമാണ്. 6 മാസത്തെ കാലാവധിയുള്ള പാസ്പോർട്ടിന് പുറമെ മടക്കയാത്രയ്ക്കുള്ള കൺഫേം ടിക്കറ്റ്, താമസിക്കുന്ന ഹോട്ടലിൻ്റെ അല്ലെങ്കിൽ ബന്ധുവിൻ്റെ താമസ സ്ഥലത്തിൻ്റെ രേഖ, ബന്ധുവിൻ്റെ എമിറേറ്റ്സ് ID, നാട്ടിലെ ബാങ്ക് അക്കൗണ്ടിൽ കുറഞ്ഞത് 500 ദിർഹത്തിനും 3000 ദിർഹത്തിനും ഇടയിലുള്ള തുക ഉണ്ടെന്നതിൻ്റെ രേഖ എന്നിവ നിർബന്ധമാണ്. ഇന്ത്യയിൽ നിന്നുള്ള യാത്രക്കാരുടെ അക്കൗണ്ടിൽ കുറഞ്ഞത് ഇന്ത്യൻ മണി 50,000 രൂപയെങ്കിലും ഉണ്ടായിരിക്കണം. രേഖകളുടെ ഡിജിറ്റൽ കോപ്പികൾ പര്യാപ്തമാകില്ല എന്നതിനാൽ പ്രിന്റുകൾ കൈവശം വെക്കാനും ശ്രദ്ധിക്കേണ്ടതുണ്ട്.